അടുത്ത അക്ഷരം നോക്കാം. ലാം. നമ്മൾ മലയാളത്തിൽ എന്ന ശബ്ദം വരുന്ന ലാം. ലാമിന് ഫത്തഹ ഇടുമ്പം ലാ, ലാമിന് കസർ ഇടുമ്പോൾ ലീ, ലാമിന് ലം ഇടുമ്പോൾ ലു. അടുത്തത് ലാമിനോട് അലിഫ് ചേർത്ത് എഴുതി നോക്കാം. ലാ. ഈ കാഫിനും ലാമിലും അലിഫ് ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ലീ. ലാമിനോട് യാ ചേർത്താണേ. ലാമിനോട് വാവ് ചേർത്ത് ലൂ, ഊ എന്ന ചിഹ്നവും കൂടെ കൊടുക്കുമ്പോൾ ലൂ. ലാമിനോട് യാ ചേർത്ത് കസർ കൊടുക്കുമ്പം ലീ. അതുപോലെ ലാമിനോട് കസർ കൊടുത്തിട്ട് ലാമിനോട് യാ ചേർത്തിട്ട് സുക്കൂൻ കൊടുത്താൽ ലൈ. ലാമിനോട് വാവ് ചേർത്തിട്ട് സുക്കൂൻ കൊടുക്കുമ്പോൾ ലൗ. അടുത്തത് ലാമ് കാഫിനോട് ചേർത്ത് എഴുതിയതാണ്. കാഫും ലാമും കൂടെ ചേർത്ത് എഴുതിയത്. അടുത്ത സീനിനോട് ലാമ് ചേർത്ത് എഴുതുന്നുണ്ടോ. അത് മീമിനോട് ലാം ചേർത്ത് എഴുതിയതാണ്. നോക്ക്, സീനിനോട് ലാം ചേർത്ത് എഴുതിയുണ്ടോ. അടുത്തത് മീമും ലാമും കൂടെ ചേർത്ത് എഴുതിയത്. നമ്മൾ മലയാളം എന്നൊക്കെ എഴുതാൻ എമ്മും എല്ലും കൂടെ ചേരുന്ന പോലെ. അടുത്തത് ലാമിനോട് സീന് ചേർത്ത് എഴുതുന്നത്. ലാമിനോട് മീമ് ചേർത്ത് എഴുതുന്നത്. മീമിനോട് ലാം ചേർത്ത് എഴുതിയ മുകളിൽ കണ്ട മീമിൻ്റെ പകുതിയും ലാമും. ഇത് ലാം എഴുതിയിട്ട് അതിനോട് മീമ് ചേർത്ത് എഴുതുന്നത്. ഇത് ലാമും കാഫും കൂടെ ചേർത്ത് എഴുതുന്നത്. അക്ഷരം കുറച്ചും കൂടെ വെടിപ്പാവാനുണ്ട്. ഇത് അത്ര വ്യക്തമായിട്ട് ഞാൻ എഴുതുന്നത് ശരിയാകുന്നില്ല. ലാമും റാവും കൂടെ ചേർത്ത് എഴുതിയത്. ഇത് നോക്കിയേ, ലാമിനോട് നൂന് ചേർത്ത് എഴുതിയത്. ലാമിനോട് ബാ ചേർത്ത് എഴുതിയത്. ലാമിനോട് ആയിൻ. ആയിനാണെങ്കിൽ മുകളിൽ ഒരു ഡോട്ടും കൂടെ കൊടുക്കും. ലാമിനോട് ഹാ ചേർത്ത് എഴുതിയത്. ലാമിനോട് ജീമ് ചേർത്ത് എഴുതിയത്. ഹ ആണെങ്കിൽ ഡോട്ട് മുകളിൽ കൊടുക്കും. അടുത്തത് ലാമിനോട് ത്വാ ചേർത്ത് എഴുതിയത്. ലത്തീഫ് എന്നൊക്കെ നമ്മൾ എഴുതും. അത് നമുക്ക് വാക്ക് പഠിക്കുമ്പോൾ പഠിക്കാം. അടുത്തത് ലാമിനോട് ല്വാ, ഒരു കുത്തും കൂടെ കൊടുത്തു, ഡോട്ടും കൂടെ കൊടുത്തു. അപ്പം ലാമ് മനസ്സിലായല്ലോ. ഇത് ലാമിനോട് ഫാ ചേർത്ത് എഴുതിയത്.